Hi friends, welcome back to Widget Master. Avengers Infinity War ഡെസ്റ്റായി പോയെല്ലാം തിരിച്ച് എൻഡ് ഗെയിമിൽ വരുമെന്നത് തീർച്ചയാണ്. അത് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒഫീഷ്യൽ സിനോപ്സിൽ നിന്നും കൂടാതെ ഫാർ ഫ്രം ഹോമിന്റെ ട്രെയിലറിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ചില സൂപ്പർ ഹീറോസിന്റെ ഡെത്ത് പെർമനന്റ് ആണ് റൂസോ ബ്രദേഴ്സ് നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെസ്റ്റായി പോയതിനേക്കാൾ ഇപ്പോൾ കൂടുതൽ ഫാൻസും ടെൻസ് ആയിരിക്കുന്നത് സമയം ചെയ്യുന്ന അവഞ്ചേഴ്സിനെ ഓർത്തിട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കാണാൻ സാധ്യതയുള്ള അവഞ്ചേഴ്സിനെ ഓർത്തിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവരിൽ ആരൊക്കെ മരിക്കും അല്ലെങ്കിൽ ആരൊക്കെ സർവൈവ് ചെയ്യും എന്നതിനെ പറ്റിയുള്ള കാര്യമാണ്. സോ നമുക്ക് വീഡിയോ തുടങ്ങാം. അതിന് മുമ്പ് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന് പറയുന്നത് MCUവിന്റെ ആദ്യത്തെ 10 വർഷം അവസാനിക്കുന്ന സിനിമയാണ്. ഈ ഒരു പേര് പോലും സൂചിപ്പിക്കുന്നത് ചില സൂപ്പർ ഹീറോസിന്റെ മരണമാണ്. കാരണം ചെസ് പോലുള്ള കളികളിൽ എൻഡ് ഗെയിം എന്ന ഈ വാക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം അവസാന അവസരത്തിൽ ജയിക്കാനായി അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ള 2 കരുക്കളെ സ്വയം ത്യജിച്ച് വിജയം കരസ്ഥമാക്കുന്നതാണ് എൻഡ് ഗെയിം എന്ന വാക്ക് ഈ ചെസ്സിൽ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഏകദേശം നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നത്. താനോസിന്റെ ഈ സ്നാപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി അവസാനം വിലപിടിപ്പുള്ള കുറച്ചുപേരെ അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. ഇത് ചിലരുടെ പെർമനന്റ് ആയ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ താനോസിന്റെ ഈ സ്നാപ്പിൽ നിന്ന് ചിലർ ജീവൻ കൊടുക്കും എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ചില സിവിയർ കോൺസിക്വൻസസ് ഉണ്ടാകുമെന്നും ചില ഫാൻസിന്റെ ഡെത്ത് പെർമനന്റ് ആകും എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ അത് ആര് എന്നതിനെ പറ്റിയുള്ള ഒരുപാട് ഫാൻ സീരീസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എൻഡ് ഗെയിമിൽ മരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവരിൽ ആദ്യത്തെ ആളാണ് ക്യാപ്റ്റൻ അമേരിക്ക. കാരണം ക്യാപ്റ്റൻ ഫസ്റ്റ് അവഞ്ചർ ആണ്. ഒരുപക്ഷെ താനോസിനെ നേരിടാൻ സ്വന്തം ജീവൻ കൊടുക്കാനും മടിക്കില്ല. ജിം സ്റ്റാറിന്റെ ഇൻഫിനിറ്റി ഗോളറ്റ് കോമിക് ബേസ്ഡാണ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. അതുപോലെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ കുറച്ചു പ്ലോട്ടും ഇത് ഇൻഫിനിറ്റി ഗോളറ്റ് കോമിക് സീരീസിൽ നിന്നാണ്. ഈ കോമിക് സീരീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും താനോസിന്റെ സ്നാപ്പ് നേരിടാൻ ക്യാപ്റ്റൻ സ്വന്തം ജീവൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ചുനാൾ മുമ്പ് ക്യാപ്റ്റൻ അമേരിക്കയെ അഭിനയിക്കുന്ന ക്രിസ് എവാൻസ് ട്വീറ്റ് ചെയ്തിരുന്നു മാർവലിന്റെ അവസാന 10 വർഷത്തെ പറ്റി. അതുകൊണ്ട് തന്നെ ക്യാപ് ജീവൻ കൊടുക്കാനും സാധ്യത കൂടുതലാണ്. കൂടാതെ എൻഡ് ഗെയിമോട് കൂടി ക്യാപ്റ്റന്റെ കോൺട്രാക്ട് കഴിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു പ്രസ് മീറ്റിൽ റൂസോ ബ്രദേഴ്സ് വ്യക്തമായി പറഞ്ഞിരുന്നു ഹീസ് നോട്ട് ഡൺ യെറ്റ് എന്ന്, അതായത് അവസാനിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ക്രിസ് എവാൻസിനെ വെച്ചുകൊണ്ട്, അതായത് ക്യാപ്റ്റൻ അമേരിക്കയെ വെച്ചുകൊണ്ട് എൻഡ് ഗെയിമിൽ അവർക്ക് ഒരുപാട് വലിയ പ്ലാൻ ഉണ്ട് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. എന്നാൽ കഴിഞ്ഞ ദിവസം സെറീന വില്യംസ്, അതായത് ടെന്നീസ് പ്ലെയർ, തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം അവരൊരു പാർട്ടിക്ക് പോയിരിക്കുന്നത്. അവിടെ നമുക്ക് ക്യാപ്റ്റൻ അമേരിക്കയെ അഭിനയിക്കുന്ന ക്രിസ് എവാൻസിനെ കാണാം. സെറീന വില്യംസ് തന്റെ കൂട്ടുകാരോട് പറയുന്ന ഒരു വേർഡ് അല്ലൊരു വാക്ക്, അതാണ് ഇപ്പൊ ഏറ്റവും വലിയ സ്പോയിലർ ആയിക്കൊണ്ടിരിക്കുന്നത്. സെറീന വില്യംസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സെറീന വില്യംസും തന്റെ ഒരു കൂട്ടുകാരും ഒരു പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. അവിടെ ക്യാപ്റ്റൻ അമേരിക്കയെ അഭിനയിക്കുന്ന ക്രിസ് എവാൻസിനെ കാണാം. കൂടാതെ ഈ വീഡിയോ ക്ലിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്യാപ്റ്റനെ കണ്ട സെറീന വില്യംസ് പറയുന്നുണ്ട് ക്യാപ്റ്റൻ തന്റെ അടുത്ത സിനിമയിൽ മരിക്കുമെന്ന്, അതായത് എൻഡ് ഗെയിമിൽ മരിക്കുമെന്ന്. ഇത് കേട്ട ഉടനെ ആ കൂട്ടുകാരി സെറീനയെ വിലക്കുന്നു. കൂടാതെ ഒരു സീക്രട്ട് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ക്യാപ്റ്റൻ എൻഡ് ഗെയിമിൽ മരിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. നിങ്ങൾക്കറിയാവുന്ന എൻഡ് ഗെയിം ഓൾറെഡി ചിലരെ കാണിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ അണിയറ പ്രവർത്തകരെയും അല്ലാതെ ചില ഫേമസ് പേഴ്സണാലിറ്റീസിനെയും. ചിലപ്പോൾ സെറീനയും ഈ കൂടുതൽ കണ്ടിരിക്കും, അല്ലെങ്കിൽ കണ്ട ആരുടെയിൽ നിന്നും മനസ്സിലാക്കിയതായിരിക്കും ക്യാപ്റ്റൻ എൻഡ് ഗെയിമിൽ മരിക്കുമെന്ന്. ചിലപ്പോൾ അതുകൊണ്ടാകും സെറീന വില്യംസ് ക്യാപ്റ്റനെ കണ്ടപാടെ ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ റൂസോ ബ്രദേഴ്സ് മനഃപൂർവ്വം ഇത് സെറീനെ കൊണ്ട് പറയിപ്പിച്ചതാകാം എൻഡ് ഗെയിമിൽ സ്പോയിലർ ആകാൻ വേണ്ടി. എന്നിരുന്നാലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ കുറച്ച് നിമിഷത്തിന് ശേഷം സെറീന തന്നെ റിമൂവ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരുടെയും ചർച്ചാ വിഷയം ഇത് തന്നെയാണ്. അടുത്ത നമുക്ക് വാർ മിഷന്റെ കാര്യം നോക്കാം. എൻഡ് ഗെയിമിൽ വാർ മിഷൻ മരിക്കാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. കാരണം വാർ മിഷൻ ഒരിക്കലും മാർവലിന്റെ മെയിൻ അവഞ്ചേഴ്സിൽ പെട്ട ആളല്ല, അതായത് എ ലിസ്റ്റ് അവഞ്ചർ അല്ല. കൂടാതെ വാർ മിഷൻ എന്നത് ഒരു ടൈറ്റിൽ മാത്രമാണ്. ഭാവിയിൽ മറ്റാരെങ്കിലും ആ വാർ മിഷന്റെ സൂട്ടിന് ഉള്ളിൽ വന്നേക്കാം. കൂടാതെ ഇൻഫിനിറ്റി ഗോളറ്റ് കോമിക് സീരീസിൽ നിന്ന് താനോസിന്റെ കൈ കൊണ്ട് മരിക്കുന്നുണ്ട് വാർ മിഷൻ. അടുത്തത് ഹോക്കൈ അവഞ്ചേഴ്സിന്റെ മെയിൻ മെമ്പറിൽ ഒരാളാണ്. അവഞ്ചേഴ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ആളാണ്. സൂപ്പർ പവറുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും അവഞ്ചേഴ്സിലെ പ്രധാനിയാണ്. അത് നമുക്ക് ഏജ് ഓഫ് കൺട്രോളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. തളർന്നുപോയ സ്കാലറ്റ് വിച്ചിനെ ഊർജ്ജസ്വലമാക്കിയിട്ടുമുണ്ട് ഹോക്കൈ അവിടെ. എന്നാൽ പോലും ഇതുവരെയുള്ള പ്രഡിക്ഷൻസ് അനുസരിച്ച് ഹോക്കയുടെ ഫാമിലി മരിച്ചിരിക്കുന്നു. ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിലാണ് ഹോക്കൈ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചാണ് ഹോക്കൈ. അതുകൊണ്ട് തന്നെ എൻഡ് ഗെയിമിൽ ഹോക്കൈ അഥവാ ക്ലിന്റ് മരിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഹോക്കയുടെ സോളോ മൂവി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടുമില്ല. അടുത്തതാണ് നെബ്യൂല. ഇൻഫിനിറ്റി ഗോളറ്റ് കോമിക് സീരീസിൽ ഒരു നെഗറ്റീവ് റോൾ ആണെങ്കിൽ പോലും ഇതുവരെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ ഒരു നെഗറ്റീവ് റോൾ ആയിരുന്നില്ല നെബ്യൂല ഉള്ളത്. കൂടാതെ കോമിക്സിൽ 6 സ്റ്റോണും കൈക്കലാക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് നെബ്യൂല. എന്നാൽ പോലും ഗാർഡിയൻസ് ഓഫ് ഗാലക്സി 1 ഒരു നെഗറ്റീവ് റോളിലായിരുന്നു. പിന്നീട് ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ 2 തുടക്കത്തിലും നെഗറ്റീവ് റോൾ ആയിരുന്നെങ്കിൽ പോലും അവസാനം മെയിൻ ടീമിനൊപ്പം ചേരുന്നുമുണ്ട്. എന്നാൽ പോലും ഈ ഒരു ക്യാരക്ടറിനെ വെച്ച് മാർവൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനും എൻഡ് ഗെയിമിൽ മരിക്കുമെന്ന് ഫാൻസ് തറപ്പിച്ച് പറയാനുള്ള കാരണം
ക്യാപ്റ്റൻ അമേരിക്ക അഭിനയിക്കുന്ന ക്രിസ് വാൻസിന്റെയും അയൺമാനായിട്ട് അഭിനയിക്കുന്ന റോബർട്ട് ഡോണി ജൂനിയറിന്റെ കരാർ എൻ ഗെയിമോട് കഴിയുകയാണ്. എന്നാൽ തോറായിട്ട് അഭിനയിക്കുന്ന ക്രിസ് ഹെംസ്വർത്തിന്റെ കരാറും എൻ ഗെയിമോട് കഴിയുകയാണ്. അവഞ്ചേഴ്സിന്റെ മെയിൻ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ സർവൈവ് ചെയ്യുന്ന മറ്റൊരാളിൽ പ്രധാനിയാണ് തോർ. കോമിക് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആസ്കാർഡിലെ രാജാക്കന്മാരുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ആസ്കാർഡ് തന്നെയാണ്. എന്നാൽ തോറിന്റെ റെഗ്നറോക്കിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് ആസ്കാർഡ് എന്നൊരു പ്രദേശം മാത്രമാണ്. അവിടുത്തെ ജനങ്ങളാണ് യഥാർത്ഥ ശക്തി സ്രോതസ് എന്നത്. അതുകൊണ്ട് തന്നെ തോറിന്റെ മുഴുവൻ ശക്തിയും അടങ്ങിയിരിക്കുന്നത് ആസ്കാർഡിലെ ജനങ്ങളിലാണ്. ഒരുപക്ഷെ ആസ്കാർഡിലെ ജനങ്ങൾ നശിച്ചുപോയാൽ തോറും തന്നെ ശക്തി നഷ്ടപ്പെടാം. ഇൻഫിനിറ്റി വാറിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ് ആസ്കാർഡിലെ പകുതി പോപ്പുലേഷൻ നശിച്ചിരിക്കുന്നു. ഇനി പകുതി കൂടി മാത്രമേ ബാക്കിയുള്ളൂ. കൂടാതെ തോറിനും എല്ലാം നശിച്ചിരിക്കുന്നു. തോറിന്റെ ഡാർക്ക് വേൾഡിൽ അമ്മയും കൂടാതെ റെഗ്നറോക്കിൽ ഓഡിൻ മരിച്ചത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ഇൻഫിനിറ്റി വാറിന്റെ തുടക്കത്തിൽ തന്നെ ഹെയിംഡാലും ലോക്കിയും മരിച്ചതും കണ്ടു. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് തോറും. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കും. കൂടാതെ താനോസിന്റെ തലയിൽ സ്റ്റോം ബ്രേക്കർ കുത്തിയിറക്കാൻ സാധിക്കാത്തതിന്റെ നിരാശയുമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചാണ് തോറും. എന്നാൽ പോലും തോറും മരിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ആസ്കാർഡ് തന്നെ. പക്ഷേ ഈയിടയ്ക്ക് ഇറങ്ങിയ റിപ്പോർട്ട്സ് പ്രകാരം തോറിന്റെ 4ാമത്തെ സോളോ മൂവി ഉടനെ ഇറങ്ങുന്നുമുണ്ട്. എന്നാൽ ഇത് ഒഫീഷ്യൽ അല്ല. എങ്കിൽ പോലും ഇത് ഒഫീഷ്യൽ ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അയൺമാൻ. നിങ്ങൾക്കറിയാവുന്നതാണ് അയൺമാന്റെ കോൺട്രാക്ട് അവഞ്ചേഴ്സ് എൻ ഗെയിമോടുകൂടി കഴിയുകയാണ്. കൂടാതെ ക്യാപ്റ്റനെ പോലെ തന്നെ മരിക്കാൻ ഒരുക്കമാണ്. അത് നമുക്ക് അവഞ്ചേഴ്സിൽ നിന്നും ഇൻഫിനിറ്റി വാറിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. മാർവലിന്റെ അവഞ്ചേഴ്സിന്റെ തുടക്കവും അയൺമാൻ തന്നെയായിരുന്നു. കൂടാതെ റോബർട്ട് ഡോണി ജൂനിയർ എന്ന് പറയുന്നത് മാർവലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണി മേക്കിംഗ് മെഷീനാണ്. എങ്കിൽ പോലും ഓൾഗ്രെൻ എന്ന ക്യാരക്ടറിനെ ഹ്യൂ ജാക്ക്മാൻ അവസാനിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മാർവൽ ഫേസ് 4ൽ പുതിയ തലമുറ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ബ്ലാക്ക് വിഡോയുടെയും സോളോ മൂവി ഉടനെ റിലീസാണ്. കൂടാതെ ഡെത്തായി പോയ ചില സൂപ്പർ ഹീറോസിന്റെയും സെക്കൻഡ് പാർട്ട്, അതായത് അവർ ഫസ്റ്റ് പാർട്ടിന്റെ സീക്വൻസ് ഷോയുടെ സെക്കൻഡ് പാർട്ട് ഉടനെ റിലീസ് ആവുന്നതാണ്. അത് നമുക്ക് ഒഫീഷ്യലി കൺഫേംഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം എൻ ഗെയിമിന് ശേഷം സർവൈവ് ചെയ്യും എന്നത് തീർച്ചയാണ്. ഇതുവരെയുള്ള ഒഫീഷ്യൽ റിപ്പോർട്ട്സ് പ്രകാരം ബ്ലാക്ക് പാന്തറിന്റെയും ഡോക്ടർ സ്ട്രേഞ്ചിന്റെയും സെക്കൻഡ് പാർട്ട് ഒഫീഷ്യലി കൺഫേംഡ് ആണ്. കൂടാതെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി 3യും ഉണ്ടെന്ന് നമുക്ക് വ്യക്തമാണ് ഇതിനോടകമുള്ള ഒഫീഷ്യൽ റിപ്പോർട്ട്സ് പ്രകാരം. ഇതൊന്നുമല്ലാതെ സ്കാർലറ്റ് വിഷനെയും കേന്ദ്ര കഥാപാത്രമാക്കി മാർവൽ ഒരു TV സീരീസ് നിർമ്മിക്കുന്നുമുണ്ട്. അതും ഉടനെ റിലീസ് ആവുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം താനോസിനെ സ്നാപ്പിൽ നിന്നും സർവൈവ് ചെയ്താലും മരിക്കില്ല എന്ന് ഉറപ്പാണ്. കൂടാതെ ഫേസ് 4ൽ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ക്യാപ്റ്റൻ മാർവൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത്രയും കഥാപാത്രങ്ങൾ മരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. എന്നിരുന്നാലും എന്തും സംഭവിക്കാം. കൂടാതെ കുറച്ചുനാൾ മുമ്പ് ഇറങ്ങിയുള്ള ഫാൻ തിയറീസ് പ്രകാരം അവഞ്ചേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള 4 പേരും എൻ ഗെയിമിൽ മരിക്കും എന്നതാണ്. കൂടാതെ മറ്റൊരു ഫാൻ തിയറി പറയുന്നത് ക്യാപ്റ്റൻ അമേരിക്ക ടൈം ട്രാവൽ ലഭിച്ച് പെഗി കാർട്ടറിന്റെ സമയത്ത് പോകുമെന്നും കൂടാതെ അയൺമാൻ ഷീൽഡിന്റെ ഹെഡായിട്ട് തന്റെ അയൺമാൻ സൂട്ടിൽ നിന്ന് റിട്ടയർ ചെയ്യുമെന്നാണ്. സോ അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇതെല്ലാം വെറും ഒരു ഫാൻ തിയറീസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. കൂടാതെ ഫേസ് 3ക്ക് ശേഷം വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എൻ ഗെയിമിന് അത്രത്തോളം വലിയ പ്രതീക്ഷയാണുള്ളത്. ഒരു വലിയ മാറ്റം എൻ ഗെയിമിന് ശേഷം നടക്കുമെന്നത് തീർച്ചയാണ്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം നിങ്ങൾ ഈ വീഡിയോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫാൻ തിയറീസും പ്ലോട്ട്സ് ഈ വീഡിയോ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇനി വരുന്ന എപ്പിസോഡിൽ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.